കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തെ ചൊല്ലി തമിഴ്നാട് നിയമസഭയിൽ ബഹളം. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. മദ്രാസ് ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. കേസ് CBIക്ക് കൈമാറണം എന്ന അണ്ണാ DMKയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ദുരന്തം ഒരു സാധാരണ ദുരന്തമായി കാണാൻ കഴിയില്ല. വ്യാജമദ്യം തടയാൻ കഴിഞ്ഞ ഒരു വർഷം എന്ത് നടപടിയെടുത്തുവെന്നും സാധാരണ ജനങ്ങളുടെ ജീവന് ആര് ഉത്തരം പറയുമെന്നും ഹൈക്കോടതി ചോദിച്ചു. അന്വേഷണം സംബന്ധിച്ചും വ്യാജമദ്യ വിൽപ്പന തടയാൻ സ്വീകരിച്ച നടപടികൾ വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കേസ് 26-ന് വീണ്ടും പരിഗണിക്കും. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ കൂടുതൽ ധനസഹായം നൽകും. ചോദ്യോത്തരവേള നിർത്തിവെച്ച് കള്ളക്കുറിച്ചി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അണ്ണാ DMK രംഗത്തെത്തിയത്. എന്നാൽ സ്പീക്കർ പ്രതിഷേധക്കാരെ പുറത്താക്കി. കള്ളക്കുറിച്ചി ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ അപേക്ഷ പരിഗണിച്ച സ്പീക്കർ അപ്പാവു അണ്ണാ DMK അംഗങ്ങളെ തിരിച്ചു വിളിച്ചെങ്കിലും അവർ സഭയിലെത്തിയില്ല. BJP പട്ടാളി മക്കൾ കക്ഷി അംഗങ്ങളും സഭ ബഹിഷ്കരിച്ചു. കേസ് CBIക്ക് കൈമാറണമെന്ന അണ്ണാ DMKയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. വ്യാജമദ്യ ദുരന്തം സാധാരണമായി കാണാനാകില്ല. വ്യാജമദ്യം തടയാൻ കഴിഞ്ഞ ഒരു വർഷം എന്ത് നടപടിയെടുത്തുവെന്നും സാധാരണ ജനങ്ങളുടെ ജീവന് ആരുത്തരം പറയുമെന്നും ഹൈക്കോടതി ചോദിച്ചു. കേസിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കള്ളക്കുറിച്ചി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ കൂടുതൽ ധനസഹായം പ്രഖ്യാപിച്ചു. അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം രൂപയും 18 വയസ്സുവരെ പ്രതിമാസം 5000 രൂപയും നൽകും. ഒരു രക്ഷിതാവ് മരിച്ച കുട്ടികൾക്ക് 3 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. കള്ളക്കുറിച്ചിയിലെ വ്യാജമദ്യ ദുരന്തം DMKക്കെതിരായ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മദ്രാസ് ഹൈക്കോടതിയുടെ വിമർശനം കൂടി വന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലായി സർക്കാർ. ശ്രീകാന്ത് കവരിച്ചപ്പെട്ടതിനൊപ്പം കള്ളക്കുറിച്ചിയിൽ നിന്ന് മനേഷ് മൂർത്തി, 24.